ഒട്ടും കുറയാതെ വാനരശ്രേഷ്ഠരും മുറ്റും ബലത്തിനാൽ ദ്രാവിണം പൂണ്ടങ്ങരക്കരയേറെ സംഹരിക്കാനായി പ്രസ്തരമേറെ എറിഞ്ഞു സത്വരം. വാഹദ്വേഷങ്ങൾ തന്നാക്രന്ദനങ്ങളും വാജികൾ തന്നെ കുളമ്പടിയൊച്ചയും വാരണവ്യൂഹത്തിൻ ചിഹ്നം വിളികളും കൊണ്ട് കടാഹം കിടുങ്ങി വിറച്ചു. സംഖ്യയല്ലാതുള്ള രക്കശ്രേഷ്ഠരും സംഖ്യയല്ലാതുള്ള പ്ലവംഗവർഗങ്ങളും ക്രന്ദനം ചെയ്തങ്ങു തറയിൽ പതിച്ചപ്പോൾ അർണവം പോലെ ചോരയൊഴുകി. അഞ്ജനാസുതനും അഗ്നിതനയനും പിന്നെ അംഗദനും ചേർന്ന നരാന്തകനെയും മറ്റും സംജ്ഞപനം ചെയ്ത് വിഘ്നം തീർന്നപ്പോൾ എത്തിയധികായനശ്വാരൂഢനായി. വാനരെല്ലാം ഓടിയൊളിച്ചപ്പോൾ രാമാനുജനേറെ ബാണവുമെടുത്ത് ആശരനു നേരെ വർഷിച്ചെങ്കിലും ഹാനി ഭവിച്ചില്ലർക്കന് നിർണയം. മനുഷ്യരൂപത്തിൽ വന്ന സമീരണൻ പാരവശ്യം പൂണ്ടു നിന്ന സൗമിത്രിതൻ ചാരേയങ്ങെത്തിയിട്ടിത്തം കഥിച്ചു. ഭേരിക്കവനെ നീ ബ്രഹ്മാസ്ത്രമെയ്ത്. രാമാനുജനായ സൗമിത്രി വേഗേന രാമദേവനെ മനസ്സിൽ ധ്യാനിച്ച് പൂർവജൻ തന്നുടെ അസ്ത്രമെടുത്തെയ്ത് ഭേദിച്ചരക്കനാമതികായനെ ദ്രുതം. ഇന്ദ്രജിത്തിന്റെ വിജയം. ആരൂഢതാപത്താൽ നിന്ന ദശാനനൻ തന്നന്തികെ ചെന്ന് മേഘനിനാഥൻ അങ്ങാവേശത്തോടെ ചൊല്ലിയതുവിധം പോരിന് ഞാൻ പോരും താതാ നിർണയം. ചന്ദ്രശേഖരനെ ധ്യാനിച്ചും കൊണ്ട് ഹവ്യവാഹന പ്രസാദം ധരിച്ച് വൻപടയൊത്തു മേഘനീനാഥൻ സഞ്ചരിച്ചാൻ ദ്രുതമായോധനാങ്കണേ. മേഘജ്യോതിസ് വർഷിക്കും പോലെ ബാണങ്ങളെയ്തു മേഘനിനാഥൻ മാറ്റാന്മാരെയെല്ലാം വെന്നുവെന്നങ്ങ് ഭേർത്തരോഷത്താൽ തിരിച്ചെത്തി ലങ്കയിൽ. ഔഷധാഹരണ യാത്ര. രാവണ സോദരൻ കൈകസി നന്ദനൻ രാമപ്രിയ ഭക്തൻ വിഭീഷണൻ അന്നേരം പോർക്കളത്തിൽ കണ്ട ദാരുണ ദൃശ്യത്തിൽ വേപതു പൂണ്ട് ഗമിച്ചു സത്വരം. വീണു കിടക്കുന്ന ശാഖാമൃഗങ്ങളിൽ ജീവനുള്ളവരാരെന്നറിയാൻ ആസക്തി പൂണ്ട് മാരുതപുത്രനും തേടി നടന്നു രണാങ്കണം തന്നിൽ. പദ്ധതി മധ്യേ കണ്ടവരിരുവരും ദുഃഖം സഹിയാതെ നടക്കുന്ന നേരം പാഥോജനന്ദനാകും ജാംബവാൻ മാരുതപുത്രനോടിത്തമരുൾ ചെയ്തു. തേജോരൂപികളാം ദശരഥപുത്രർക്കും ആതിഥേയരായ ശാഖാമൃഗങ്ങൾക്കും ജീവനമേകാൻ ഋഷഭാദ്രിയിൽ ചെന്ന് ഭേഷജം വേഗേന കൊണ്ടുവന്നിടണം. ജാംബവാൻ തന്നുടെ വാക്കുകൾ കേട്ടിട്ട് മേരുവിനോളം വളർന്ന ഹനുമാൻ പാരാവാരങ്ങളും ശൈലവും താണ്ടി ഭേഷജം തേടി പുറപ്പെട്ടാൻ ക്ഷിപ്രം. കാലനേമിയുടെ പുറപ്പാട്. മാരുതി ഭേഷജം തേടി പുറപ്പെട്ട കാര്യം ദശാനനൻ തന്നുടെ ചാരന്മാർ വേഗേന ചെന്നങ്ങുണർത്തിച്ച നേരം വ്യാകുലനായി ദശാനനൻ തൽക്ഷണം. കാലനേമി ഗൃഹം പോകെ ദശാനനൻ കാര്യങ്ങളെല്ലാം ചൊല്ലി ഉണർത്തിച്ച് മാരുതി തന്നുടെ യാത്ര വൈകിപ്പിക്കാൻ വേഗേന യുദ്ധമിക്കാനായി ആജ്ഞ ചെയ്തു. രാവണൻ തന്നാജ്ഞ ശ്രവിച്ച് കാലനേമി രാവണനെ നേർവഴിക്കു നടത്തുവാനാവോളം കാര്യങ്ങൾ ഓതിയെങ്കിലും പ്രീണനം രാവണൻ അങ്ങേറ്റതുമില്ല. പിന്നെ ഹിമശൈലത്തിനുത്തങ്കതയിൽ ചെന്നിരുന്നാനവൻ താപസരൂപത്താൽ. അന്നേരം തത്രയൊരാശ്രമം കണ്ട് ചെന്നു വിശ്രമിച്ചാനാഞ്ജനേയനും. മായാമഹർഷിയായ കാലനേമി മാരുതി തന്നോടിഷ്ടം ഭാവിച്ച് തോയം കുടിക്കുവാനുള്ള തടിനിയിൽ മാരുതിയെ എത്തിക്കാൻ ഉത്സുകനായി. തോയം കുടിക്കാൻ തുടങ്ങുന്ന നേരത്ത് വാപിളർന്നു വരുന്നോരു മകരിയെ വേഗേന കണ്ട ഹനുമാൻ ക്ഷണം തന്നെ തൻ പാണിയാൽ താഠിച്ച് ഹിംസനം ചെയ്തു.
അന്നേരം കാണായി തിങ്കൾ കലയ്ക്കൊത്ത സുന്ദര രൂപിണിയായ കന്യയെ ഗന്ധവാഹസുതനെ നമിച്ചവൾ തൽക്കഥ ചൊല്ലി പരിതുഷ്ടി പൂണ്ട്. ധന്യമാലി എന്ന വ്യാഖ്യയാലറിയുന്ന ഗന്ധർവനാരീമണിയായ എനിക്ക് ധന്യനായൊരു മുനിയുടെ ശാപത്താൽ പുണ്യജനസ്ത്രീയായി പിറക്കേണ്ടി വന്നു. ഇന്നു ഞാൻ ധന്യയായേറെ മഹാമതേ, നിന്നുടെ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞു നീ. എന്നുടെ ലോകം ഗമിക്കുന്നു ഞാൻ വിഭോ, നിർമ്മലഗാത്രനേ നിത്യം നമോസ്തുതേ. പുണ്യാശ്രമത്തിൽ കണ്ട തപോധനൻ പുണ്യവാനല്ലാത്തരക്കൻ കാലനേമി പങ്ക്തിമുഖൻ തന്റെ പ്രേരണയാലേ നിന്നെ ഹനിക്കാൻ ഉപായം പറഞ്ഞവൻ.